അതേപോലെ പെണ്ണ് ഇതെല്ലാം എത്ര ആളുമാറുള്ളത്. കെട്ടിയ പെണ്ണുക അടിക്കടവളോ ചവിട്ടവളോ പറയിടവളോ പെണ്ണുക മക്കായത്ത് ഒരു കിടാവ് ബുദ്ധിമാന്ദ്യത്തെ ഉള്ളത്, കൈകാള് സരിയില്ലാത്തത്, നടക്കുക തീരാത്തത്, അംഗവൈക്കല്ലേ ഇന്നത് പടച്ചവന് ആ കിടാവുടെ ഉമ്മായിട്ടികളുടെ പെഞ്ഞയുടെ പിന്നൊണു കണ്ടോകാവില്ല. പിന്നെ പെഞ്ഞയുടെ അവനക്ക് കണ്ടോകാവില്ല. വേറെ പെണ്ണയുടെ പിറകൾ നോക്കിയാ കിട്ടിയവിടെ പോയിട്ട് മങ്ങിലായ ഇങ്ങനത്തെ എത്രയോ കുടുംബം ഉണ്ട്. നിങ്ങളറായ കണ്ടവിടെ പോയിട്ട് മങ്ങിലാവിടത് അംഗവൈക്കല്ലിന് കിടാവിടെ വിട്ടോട്ടോ. എനിക്ക് തീരാത്ത ഉഷാറില്ലാത്ത കുഞ്ഞി കിടാവിടെ വിട്ടോട്ടോ. കണ്ടവിടെ പോയിട്ട് മാപ്പിള മെയ്യക്കു തുടങ്ങടാ. ഇത് പട്ടിണിയായിട്ട് തിന്നു കൊടുക്കുക ആളില്ലാത്ത പരിസ്ഥിതി വന്നിട്ട് പള്ളിക്ക് ബെങ്കു പോയിട്ടായിട്ട് കിടാ മക്കളെ. പിന്നെ ഉമ്മ പത്ര എത്ര ചരിത്രം ഉണ്ട് ചൊല്ലുക പോണ്ടെങ്കിൽ ഇണ്ടൊരു പെണ്ണിങ്ങൾ എന്റെ മോളെ പരിസ്ഥിതി ഇങ്ങനെ ഉസ്താദേ രണ്ടാമത്തെ കിടാവ് നടക്കുകയാവില്ല. അങ്ങനെ കിടാവ് സമയില്ല ചെന്നിട്ട് അത് നക്ക് വേണ്ട ചെന്നിട്ട് ഓടിക്കോട്ടെ ചെയ്ക്കോണവണോ ചെന്ന ഓടിയ എത്ര ഓടുവാ. അള്ളാഹുണക്ക് കാള് കൊടുത്തതിലെല്ലാം ഓടരേ. കിടാവുക്കും ന്യൂനത്തെ ബന്ധന കാണാൻ ചിലപ്പോ വീര്യത്തിൽ നിന്ന് വീക്ക്നെസ് ആയിട്ടുള്ള അത് പെഞ്ഞേട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കിടാവടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾമാർക്കുള്ളത് ഒന്നും പെണ്ണ്, രണ്ടാമത്തൊന്നും പെണ്ണ്, മൂന്നാമത്തെ ഇന്നവിടെക്കെല്ലാം നേർച്ചാക്കിട്ട് ആണാവുകില്ല. മൂന്നാമത്തൊന്നും പെണ്ണ്, നാലാമത്തത് ആണാവുക വേണിട്ട് കിട്ടിയ ജാഗ വീട്ടിൽ വരുന്നിട്ടായിട്ട് നാലാമത്തതും ആണ്. അഞ്ചാമത്തത് ആണാവുക വേണിട്ട് കഴപത്തെ മുട്ട വീട്ടിൽ വരുന്നത് അതും ആണ്, അതും പെണ്ണെ. ആറാമത്തതേ ഒന്ന് ആണ് കിട്ടും. അല്ല വൃത്തിക്ക് ഉണ്ടല്ലോ പെണ്ണ് മക്കളെ ബന്ധണ്ടെന്ന് ഒന്ന് ആണ് കിട്ടല്ല. ഇതൊക്കെ അങ്ങനെ ആണ് കിട്ടും. ഉന്നവിടെക്കെല്ലാം പോയിട്ട് മുത്തിട്ട് നക്കിട്ട് മണ പാട്ടിട്ട് വായിത്ത് ഏഴാമത്തത് പെണ്ണെ. പിന്നെ വേണോ പിന്നെ പിരിസവും ഇല്ല, ബന്ധവും ഇല്ല. പിന്നെ എവിടെ പോകു തുടങ്ങിയ പിന്നെ കണ്ടവിടെ പോകു തുടങ്ങിയ ഇങ്ങനത്തെ കുറെ ജന്മം കെട്ടതുണ്ട്. നിന്റെ പെഞ്ഞയുടെ ഗർഭകോശ ചെള്ളത് അത് കേവലം ഒരു കൃഷിഭൂമി മാത്രം. അല്ലാഹു ഖുർആനിൽ നിങ്ങളെ പെഞ്ഞയുടെ ഗർഭകോശത്ത് ഒരു കൃഷിഭൂമി പോലെ മാത്രം. കണ്ടത്തില് നെല്ലാവണ, അടിക്കാവണ, തേങ്ങാവണ, മാങ്ങാവണ, വേറെന്തെങ്കിലും നട്ടിയാവണ, അല്ലെങ്കിൽ ബൽദിങ്ങ ചൗത്താവണായിട്ട് തീരുമാനാക്കണ കണ്ടല്ലടാ. ബദൽ ഭിത്തി ഇട്ടവണു അവൻ ഇട്ട ഭിത്തി ഏത് അതവന് തിരിച്ചു കൊടുക്കൂടു. നിനക്ക് ബൽദിങ്ങ വേണ്ട കണ്ട ബൽദിങ്ങയുടെ ഭിത്തിട്ടങ്ങായിട്ട് ബൽദിങ്ങ നിനക്ക് കിട്ടു. ഭൂമിയുടെ പണി നീ ഇട്ടതിന് തിരിച്ചു കൊടുക്കുന്നത് മാത്രം. നെല്ലാവണ അരി വേണ നെല്ലിട്ടങ്ങായിട്ട് നെല്ല് കിട്ടു. തേങ്ങാവുക്ക് മനസ്സുണ്ടാ തെങ്ങ് നട്ടെങ്ങായിട്ട് ഭൂമി അത് തീരുമാനാക്കണല്ലേ. നീ തെങ്ങ് നട്ടിട്ടാകുമ്പോഴത്തേക്ക് ഭൂമി എന്താക്കിട്ട് അടിക്കാക്കി തന്നെ സമ ഭൂമിയുടെ തകരാറ് ചെല്ല. നീന് ബൽദിങ്ങടെ ഭിത്തിട്ട് നോക്കുമ്പോ ചൗത്ത കിട്ടിയിട്ട് അപ്പം ചെല്ല ഭൂമിയുടെ തകരാറുണ്ട്. അല്ല നീ യന്ത്ര ഇട്ട് അത് കിട്ടു. ഭൂമിയുടെ പണി എന്തേ തന്നതിന് അഭിവൃദ്ധി ആക്കിട്ട് തന്നെ നിക്ക് റിട്ടേൺ തണ്ടേ. ഒന്ന് കൊടുക്കുമ്പോ 10 തണ്ട നിക്ക്. ചെറിയത് കൊടുത്തപ്പോ വലുത് തണ്ടേ. കൊറടി കൊടുത്തപ്പോ യാർക്ക് തണ്ടേ. ഈ ഭൂമിയുടെ പണി എത്ര? ഉമ്മയുടെ ഗർഭകോശത്തെ നിങ്ങളുടെ പെണ്ണുടെ ഗർഭകോശത്തേക്ക് പണിയുള്ളത്ര. അത് ആണാ പെണ്ണാ ന്യൂനത്തെ ഉള്ളതാ ന്യൂനത്തെ ഇല്ലാത്തതാണ്ട് തീരുമാനാക്കുക. ആ പെണ്ണുടെ ഗർഭകോശത്തേക്ക് അധികാരമില്ല. ബദൽകി ഒരു ആണുടെ വീര്യ അത് പെണ്ണുടെ ഗർഭകോശത്തേക്ക് പോയിട്ടുണ്ട് കണ്ടെങ്കിൽ ആ വീര്യ ആണുക്ക് ജന്മ കൊടുക്കണ പോലത്തെ ജീൻസിന്റെ വീര്യാണ് കണ്ടെങ്കിൽ ആണുക്ക് വെന്തരാക്കിട് ആ ഗർഭകോശത്തിൽ ആണ് വിളയിട്. അല്ല ഓന്റെ വീര്യ പെണ്ണിടെ അംശം ഉള്ളത് കണ്ടെങ്കിൽ ആ ഗർഭകോശത്തിൽ പെണ്ണ് വിളയിട്. അതൊക്കെ പെഞ്ഞയുടെ പറഞ്ഞിട്ടും അടിച്ചിട്ടും കുത്തിരത്തിൽ തകരാറാക്കിട്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനം ഇല്ല. അത് നിന്റെ വീര്യ നീനായിട്ട് തീരുമാനാക്കുന്നത് നിന്റെ വീര്യത്തിലുണ്ടാവത്തായിട്ട്. അതുകൊണ്ട് അതൊക്കെ പെഞ്ഞയുടെ പറയിടണം, വടിയിടണം, ഉത്തരവും പറയിടണം, തലാക്കാക്കടണം, കണ്ടവിടെ പിറകിടപ്പുണ്ടത് ഇങ്ങനത്തെ കുറെ ചൊല്ലുക ചെമ്മോണ്ട് ചൊല്ലുക പോയി പെഞ്ഞയുടെ പറയിടണം. ഒന്ന് ബിസി അളച്ചനാക്ക്. നിന്റെ പെഞ്ഞയാറിന് നിൽക്കുന്നുണ്ടല്ലോ, നിന്റെ പെഞ്ഞയാറിന് നിൽക്കുന്നുണ്ടല്ലോ. നിന്റെ പെഞ്ഞൈ മനുഷ്യര് അവൾക്ക് ജന്മ കൊടുത്ത ഉമ്മടെ വിട്ട് വന്നവളോ, ബാപ്പടെ വിട്ട് വന്നവളോ, ഇളങ്ങമൂത്തങ്ങളെ വിട്ട് വന്നവളോ, പെറ്റ ഉത്തര വിട്ട് വന്നവളോ, ബല്ലറായത്തെ വിട്ട് വന്നവളോ, പരിസരത്തെയും ചങ്ങായിമാരെയും ബന്ധത്തെയും വിട്ട് വന്നവളോ. ഒരു പെണ്ണുക്ക് മങ്ങില അവിടെ സന്ദർഭത്തിൽ അവൾക്ക് ബന്ധം നഷ്ടപ്പെട്ടു കൊണ്ടുള്ള ഉമ്മ ഇല്ലാണ്ട് അവിടൂ, പാപ്പ ഇല്ലാണ്ട് അവിടൂ, അതേപോലെ കൂട്ടുകുടുംബ ഇല്ലാണ്ട് അവിടൂ, അകയും പരിസരവും ഇല്ലാണ്ട് അവിടൂ. 18, 10, 20, 25 വർഷം ബൽന പരിസരം എല്ലാം നഷ്ടപ്പെട്ടു പോണ്ടോ. പിന്നെ സർവസ്വം നിന്റെ മാപ്പിള റബ്ബേ. മാപ്പിളുടെ തെക്കക്ക് ശരിയങ്ക പെണ്ണു പിന്നെ മാപ്പിളല്ലാണ്ട് ആറുമില്ലളാ. ഉമ്മടെ പിന്നെ എപ്പ
എപ്പമോ കണ്ട് കാണുക പോയെങ്കായിട്ടില്ലെങ്കായത്ത് എന്തെങ്കിലും തഴവത്താ കഷ്ടമാ സുഖമായി നിങ്ങൾ പോയാള് പിന്നെ വന്നാള് ഒരു വിസിറ്റ് പോണ്ടത് പോലെ ഉമ്മടെ കാണുക പോണ്ടത് വിസിറ്റ് പോയിട്ടായിട്ട് ഇവിടെ ബാപ്പടെ കാണുക പോണ്ടത് വിസിറ്റ് പോയിട്ടായിട്ട് ഇവിടെ കുടുംബത്തങ്ങളെ കാണുക പോണ്ടത് പെർമനന്റ് പിന്നെ മാപ്പിളുടെ പൊട്ടിക പരിചയമില്ലാത്ത ഗുരുത്തയില്ലാത്ത പുതിയൊരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിതത്തിൽ എൻട്രാവിടത് അതുകൊണ്ട് പാലക്കാറാ നിന്റെ പെഞ്ഞയ്ക്ക് നീണല്ലാട്ട് ആരുമില്ലടാ അവളെ കണ്ണിടെ തന്നിയുടെ സന്ദർഭത്തിൽ അവളെ സമാധാനാക്കുക നീനല്ലാണ്ട് പ്രപഞ്ചത്തിൽ വേറെ ആരുമില്ലടാ നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും അതേപോലെ നിന്റെ പെഞ്ഞയായവൾക്ക് കിരുകുള കൊടുക്കുന്ന സന്ദർഭത്തില് നീനും മങ്ങളെ വിട്ടിക ശരിയെങ്ക നിന്റെ ഉമ്മതാ നിന്റെ പെഞ്ഞയുടെ ചാടി പസാത് കേട്ടിട്ട് നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും എന്തോ നിന്റെ പെഞ്ഞയുടെ ചെല്ലയുടെ സന്ദർഭത്തില് നീനും നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെ ഒട്ടിക ചേരിട്ട് അതേപോലെ നിന്റെ പിറകിലുള്ള നിന്റെ ഒട്ടിക കിടന്നോട്ടുള്ള നിനക്ക് സന്തോഷം തന്നോട്ടുള്ള നിന്റെ ഹിദമത്തിറത്തോട്ടുള്ള പെണ്ണുക നീ അടിക്കും കുത്തകും സാപുബൈക്കും പറയുകയും തുടങ്ങിയെങ്ക പോണേ അങ്ങനെ നിന്റെ പിറകിൽ കണ്ട പോടിയും വന്നോളല്ല പെണ്ണ് ബഹുമാനപ്പെട്ട തങ്ങന്മാരെ സാക്ഷി നീ പാട്ടിട്ട് ആലിമീങ്ങളെ സാക്ഷി നീ പാട്ടിട്ട് ആയിരക്കണക്കിന് ആളുമാരെ സാക്ഷി നീ പാട്ടിട്ട് നിന്റെ പെഞ്ഞയുടെ ബാപ്പുണ്ടല്ലേ നിന്റെ കൈ പിടിച്ചൊരു പളക്ക ചെന്നറ മോളെ നന്റെ മോളെ നാനിക്ക് മങ്ങിലാക്കി തന്റെ ഒരു കണ്ടീഷൻ ഉണ്ടോ അള്ളാഹു പടിപ്പാട്ടിയ പോലെ നന്റെ പെഞ്ഞന്റെ മോളാവിൾ നീ ചന്ത നോക്കുക ചെന്നിട്ട് അവളെ മനസ്സിന് നമ്മളാക്കളെ ചെന്നിട്ട് അവളെ പേത്തക്ക് കൊടുക്കുക തിന്നു കൊടുക്കുക ചെന്നിട്ട് പൈക്കുമ്പത്തുക ആഹാരം കൊടുക്കുക ചെന്നിട്ട് ഇടകു ഡ്രസ് കണ്ട ചെന്നിട്ട് ഉത്തര വ്യവസ്ഥയാക്കി കൊടുക്കുക ചെന്നിട്ട് ഈ നിബന്ധനകൾ നന്റെ മോളെ നീ ചന്തത്തിലെ ബംഗാറുടെ പോലെ നോക്കുക ചെന്നിട്ട് ആ നിബന്ധനകൾ പടച്ചറപ്പടെ സാക്ഷി നീ പാട്ടിട്ട് നിനക്ക് നിന്റെ മോളെ തന്നടിയുമോ തന്നെളാമോണേ അപ്പൊ നീ ചെണ്ടാ അതേപോലെ നിങ്ങളെ കണ്ടീഷൻ പ്രകാരം നിങ്ങളെ മോളെ നാണ് സ്വന്താക്കിയ കാക്കാ അള്ളാഹുടെ സാക്ഷി നീ പാട്ടിട്ടായിട്ട് നീ മങ്ങിലായര ആ പെണ്ണുടെ നീ അടിക്കടെങ്ക ആ പെണ്ണുടെ പറയിടങ്ക ആ പെണ്ണിന്റെ ചെറിയ വിഷയത്തിൽ ദൂഷണാക്കടെങ്ക ആ പെഞ്ഞയുടെ വേറെ കടപാട്ടെങ്ക ഔത്ത് പോയി ഇന്ന് പണ്ട പണ്ട് വേണ്ടാണ്ട് ചെല്ലടെങ്ക മോണേ അള്ളാഹുടെ ശാപായിട്ട് നിക്ക് കിട്ടുക കൊണ്ടര ആ നിന്റെ പെഞ്ഞയ്യായവളെ കണ്ണട ഉറപ്പൊട്ട് തണ്ണി ഭൂമിക്ക് പോനെങ്ക നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടാവുക നിന്റെ പെഞ്ഞയുടെ കണ്ണട തണ്ണി മൈ എത്ര ആളുള്ളവർ ചില്ലറ വിഷയത്തേക്ക് പിന്നീട് ബുഡ്രെ എന്നല്ല മക്ക നടക്കില്ല അംഗവൈക്കല്യം ഉണ്ട് ചെന്നൊരു പീഡ് കൊടിക്കിടാവൂ അംഗവൈക്കലിന്റെ കാളിങ്ങനെ വീണ്ടിട്ടുണ്ട് നടക്കുന്ന സാധ്യത ബുട്ടിട്ടാണ് പോണ്ടേ ചെന്നെങ്കിൽ അവണീ ദുനിയാവ് ചെയ്കൊണ്ടാ അല്ലകൊരു നിരമ്പ് ടെക്കാക്കമയില്ല നിന്റെ കോട്ടിക്കണക്കിന് തണ്ണിലാക്കുക വേണായിട്ട് നിന്റെ ഔത്ര ബിക്കോകൂ ലക്ഷഘട്ടലിന്റെ പൈസ ബിക്കോകൂ നിന്റെ സമ്പാദന ബിക്കോകൂ നിന്റെ ആസ്തി പാസ്തി ബിക്കോകൂ ഒരു നിരമ്പല്ല പിടിച്ചു വെച്ച കാണ്ടില്ലുണ്ട് ഒരു നിരമ്പ് പടച്ചറമ്പ് പിടിച്ചു വെച്ച കാരണത്തില് 1.5 കോടി രൂപ വേണം എത്ര വർഷത്തേക്ക് ഇടാകും 1.5 കോടി രൂപ വേണുള്ള 7 കോടി രൂപ വേണുള്ള 25 കോടി രൂപ വേണുള്ള ഈ സമുദായത്തെ കൈ നീട്ടുന്ന എത്രമോ വാട്സാപ്പിൽ മെസ്സേജ് ഞങ്ങൾ കണ്ടോണ്ടുള്ള ഒരു ഹാർട്ട് ഒന്ന് ഹോളൊന്ന് ബന്ധാക്കുവാനായിട്ട് കോടിക്കണക്കിന് ചെലവ് വേണം അള്ളാഹ് തന്നെ അനുഗ്രഹത്തെ നീ മറന്നേ അള്ളാഹ് നിനക്ക് തന്നെ ആരോഗ്യത്തെ നീ മറന്നേ നിനക്ക് കണ്ണിക്കുമ്പോഴത്തേക്ക് കണ്ണിന്റെ വില നീ തരിഞ്ഞില്ല കൈയും കാളും സമയിക്കുമ്പോഴത്തേക്ക് അതിന്റെ വില തരിഞ്ഞില്ല നിന്റെ ഹാർട്ടും ലിവറും അതേപോലെ നിന്റെ കിഡ്നിയും അതെല്ലാം സമയിക്കുമ്പോൾ നീ തരിഞ്ഞില്ല അതൊക്കെ ചെറിയൊരു ന്യൂനത്തെ പറക്ക് തുറങ്ങുമ്പോഴത്തേക്കായിട്ട് കിട നിലയും വിലയും നിനക്ക് കൊന്താവിടത് അതേപോലെ നിന്റെ ഹാർട്ട് നിന്റെ കിഡ്നി നിന്റെ ലിവർ എന്തെങ്കിലും ഒരു തകരാറ് പറമ്പത്തേക്കായിട്ട് കിട അതിന് നിലയും വിലയും അതിന്റെ വാല്യൂം നീ കറുത്താവിടത് അതുകൊണ്ട് കെട്ടിയ പെഞ്ഞയുടെ ജാഗ്രത നോക്കിയോ കെട്ടിയ പെഞ്ഞയ്ക്ക് നീനല്ലാണ്ട് പിന്നാറുമില്ല അത് നിനപ്പുവെച്ചോ നീനാക്കട സുൽമു നിന്റെ അക്രമത്തിൽ ആ പെഞ്ഞ സൈക്കു തീരാണ്ട് ഉമ്മകൊന്ന് ഫോണാക്കിട്ട് ചെല്ലുമ്പോ തുമ്മച്ചെള്ളെ മാപ്പിളയുടെ പൊടി നിനക്ക് 1000 മാപ്പിള നാണാക്കിട്ട് തന്റെ ചെന്ന് ഉമ്മ ചെല്ലില്ല ബദൽക്ക് സബുറെടുക്കടി എത്രത്തോളം പെണ്ണുടെ ഉമ്മയും ബാപ്പയും സബുറെടുക്കും ചെണ്ട കുത്തുണ്ടാ നിന്റെ കിറുക്കുള്ള സൈക്കു തീരാണ്ട് കലത്തേക്ക് ബള്ളിട്ട് ഫാനക്ക് തൂങ്ങുടെ കൊടുത്തോളായിട്ട് കിടങ്ങ സബുറെടുക്കും ചെല്ലട്ടെ ഓൾക്ക് ആരുമില്ല പിന്നെ ഔത്തുക്ക് പോയിട്ട് അവൾക്ക് ദൈക്കും പോലെ ഇല്ല അവിടെ വേറാളുള്ള ജാഗിൽ വന്നിട്ട് മറുമോളായിട്ട് വന്നിട്ട് വേറാളുള്ള അവിടെ അവിടെ പോകുമ്പോൾ എവിടെ പോകണം പിന്നെ ദുനിയാവുള്ള ജാഗയില്ല അതുകൊണ്ട് കെട്ടിയ പെഞ്ഞ കഷ്ടമാ സുഖമാ കഞ്ഞി തെളി കുടിച്ചിട്ട് ഒട്ടിക മരിക്കുള്ള ഒട്ടിക പ്രതിജ്ഞലായിട്ട് മങ്ങിലായത് അതുകൊണ്ട് ചില്ലറ ബിരിസത്തേക്ക് തലാക്കും കലാട്ടിയും കുൽമാർക്ക് പോകണ്ട